ഒന്നാം വിള നെല്ല് സംഭരണ കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറിൽ ചവിട്ടി പ്രതീകാത്മക സമരം നടത്തി. കുഴൽമന്നം പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളവൻമുക്കിലെ പാടശേഖരത്താണ് പ്രതീകാത്മക സമരം നടത്തിയത്. വിളഞ്ഞ കതിരുകൾ ചളിയിൽ ചവിട്ടിത്താഴ്ത്തിയാണ് പ്രതിഷേധിച്ചത്. പ്രതീകാത്മക സമരം ചെയർമാൻ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്താൽ ഞങ്ങളുടെ നെല്ലിന് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ന്യായമായ വില തരുന്നുണ്ടോ? അതില്ലാതെ ഇങ്ങനെ നടന്നിരിക്കുന്ന ഈ സ്ഥിതി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കണോ? അത് തരിശിടണോ? അല്ലെങ്കിൽ ഭൂമി തരമാറ്റി തരുമോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദീർഘകാല വിള ചെയ്യാനുള്ള അനുമതി തരുമോ? എന്തിനിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന? വിളയിറക്കിയാൽ കൊയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊയ്ത് കഴിഞ്ഞിട്ടാണ് മില്ലുകാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് പുറപ്പെടുന്നത്. മില്ലുകാരും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുമാത്രമല്ല, ചുളുവിലയ്ക്ക് കർഷകരുടെ നെല്ലും കിട്ടും. കാലാവസ്ഥയും അതിനനുകൂലമായി നിൽക്കുകയാണ്. വരാത്ത മഴ ഇപ്പോൾ കേരളം പോയി ചിറപുഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴ വിടുന്ന സ്ഥിതിയില്ല. കൊയ്തെടുത്ത് നെല്ല് സൂക്ഷിക്കാൻ വഴിയില്ല. കിട്ടിയ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർഷകർ. അത് മുതലാക്കിക്കൊണ്ടാണ് മില്ലുകാർ നിൽക്കുന്നത്. അതേപോലെ താങ്ങുവിലയുടെ കാര്യത്തിൽ മാറുന്നുണ്ടെന്നില്ല. സാമ്പത്തിക ഭദ്രതയില്ല, പണമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും പണമുണ്ട്. വൈസ് ചെയർമാൻ IC ബോസ് അധ്യക്ഷനായി. PR കരുണാകരൻ, MC മുരളീധരൻ, സജീഷ് കുത്തന്നൂർ, PV സുരേഷ് കുമാർ, KC അശോകൻ, രഘു മാത്തൂർ, K അപ്പു, K ഉണ്ണികൃഷ്ണൻ, C പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. മില്ലുടമകളുമായി സർക്കാർ ചർച്ച നടത്താത്തതിനാൽ സംഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.